4 മാസം മുൻപാണ് ഉപ്പും മുളകിലൂടെ ശ്രദ്ധേയനായ ഋഷി എസ് കുമാറും സീരിയൽ നടിയും ഡോക്ടറുമായ ഐശ്വര്യ ഉണ്ണിയും വിവാഹിതരായത്. ഏറെക്കാലം സുഹൃത്തുക്കളായിരുന്ന ഇരുവരും പിന്നാലെ പ്രണയത്തിലാവുകയുമായിരുന്നു. 6 വർഷത്തോളം നീണ്ട പ്രണയത്തിനു പിന്നാലെ വിവാഹിതരായ ഇരുവരെയും തേടിയെത്തിയ ഒരു സങ്കടവാർത്തയാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഐശ്വര്യയുടെ പിതാവ് ഉണ്ണികൃഷ്ണൻ NN മരണത്തിന് കീഴടങ്ങിയെന്ന വാർത്തയാണത്. ഐശ്വര്യ തന്നെയാണ് ആ സങ്കടവാർത്ത അറിയിച്ചത്. വലിയ സങ്കടത്തോടെ ഞങ്ങളുടെ അച്ഛൻ ഉണ്ണികൃഷ്ണൻ അന്തരിച്ചുവെന്ന വാർത്ത അറിയിക്കുന്നുവെന്നാണ് ഐശ്വര്യ പറഞ്ഞത്. മിസ് യു അച്ഛ എന്നും നടി കുറിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ പിറന്നാൾ കേക്ക് മുറിക്കുവാൻ മക്കളായ ഐശ്വര്യയും നവ്യയും അച്ഛൻ്റെ 2 വശത്തും നിൽക്കുന്ന സന്തോഷകരമായ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ആ വേർപാട് വാർത്ത ഐശ്വര്യ അറിയിച്ചത്. ഐശ്വര്യയുടെ പിതാവ് ഉണ്ണികൃഷ്ണൻ പ്രിയപ്പെട്ടവർക്കെല്ലാം അദ്ദേഹം ഉണ്ണിയായിരുന്നു. സത്യസായി ബാബയുടെ വലിയ അനുയായി ആയിരുന്നു ഉണ്ണി. അതാണ് ഋഷിയെ അച്ഛൻ ഇഷ്ടപ്പെടാനുണ്ടായ ആദ്യത്തെ കാരണവും. ഇടയ്ക്ക് അച്ഛന് പക്ഷാഘാതം സംഭവിച്ചിരുന്നു. തുടർന്നാണ് അച്ഛൻ്റെ ആഗ്രഹപ്രകാരം ഐശ്വര്യയുടെയും ഋഷിയുടെയും വിവാഹം നടത്തിയത്. കോതമംഗലം തൃക്കാരിയൂർ സ്വദേശിനിയാണ് ഐശ്വര്യ. ഫോറസ്റ്റ് ഓഫീസറായിരുന്നു ഉണ്ണികൃഷ്ണൻ. ഉഷയാണ് അമ്മ. ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റായിരുന്ന ഐശ്വര്യയുടെ സഹോദരി നവ്യ ഇപ്പോൾ LLMന് പഠിക്കുകയാണ്. കുടുംബവിളക്കിന് പൂജയായി മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ശ്രദ്ധേയായ ഐശ്വര്യ DPharm പഠിച്ച് അഭിനയ രംഗത്ത് തന്നെ തുടരുകയായിരുന്നു. അച്ഛൻ ഏറെക്കാലമായി ചികിത്സയിൽ കഴിയുകയായിരുന്നു. എങ്കിലും അസുഖങ്ങളെല്ലാം ഭേദമായി. ഇനിയും അച്ഛൻ തങ്ങൾക്കൊപ്പം ഏറെക്കാലം ജീവിക്കുമെന്ന പ്രതീക്ഷയിലിരിക്കെയാണ് അപ്രതീക്ഷിതമായി അദ്ദേഹത്തിൻ്റെ വേർപാട് സംഭവിച്ചത്. അച്ഛൻ്റെ ആകസ്മിക വിയോഗത്തിൽ തളർന്നിരിക്കുകയാണ് ഐശ്വര്യയും ഋഷിയുമെല്ലാം. അച്ഛൻ ഉണ്ണിയുമായി നല്ല അടുപ്പമായിരുന്നു ഋഷിക്കുണ്ടായിരുന്നത്. മരുമകൻ എന്ന സ്ഥാനത്തിനപ്പുറം ഒരു മകനായിട്ടായിരുന്നു അദ്ദേഹം ഋഷിയെ കണ്ടിരുന്നത്. പഠനത്തിനിടെ അഭിനയ ലോകത്തേക്ക് ഇറങ്ങിയ ഐശ്വര്യയ്ക്കൊപ്പം പിന്തുണയേകി നിന്നത് അച്ഛൻ ഉണ്ണിയായിരുന്നു. അച്ഛൻ പകർത്തിയ നിരവധി ചിത്രങ്ങളാണ് അച്ഛൻസ് ഫോട്ടോഗ്രാഫി എന്ന പേരിൽ ഐശ്വര്യ തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലും പങ്കുവച്ചിട്ടുള്ളത്. 6 വർഷം മുൻപ് ഒരു ഓഡീഷനിൽ വെച്ചാണ് ഋഷിയും ഐശ്വര്യയും കണ്ടുമുട്ടിയത്. ഋഷി ഒരു ആൽബം സോങ് ചെയ്തിരുന്നു. ഋഷി തന്നെയായിരുന്നു പാട്ട് എഴുതിയിരുന്നതും. ബോധം പോയി എന്ന പാട്ടായിരുന്നു അത്. അതിൽ അഭിനയിക്കാനായി താരങ്ങളെ കണ്ടെത്താൻ നടത്തിയ ഓഡീഷനിൽ വെച്ചാണ് ഋഷി ഐശ്വര്യയെ കാണുന്നത്. ഐശ്വര്യയെ കണ്ട മാത്രയിൽ ഋഷിക്ക് ഇഷ്ടപ്പെട്ടു. ഐശ്വര്യയെ തന്നെയാണ് ഋഷി അഭിനയത്തിനായി തിരഞ്ഞെടുത്തതും. ശേഷം സൗഹൃദവും പിന്നീട് പ്രണയവും മുട്ടിട്ട ഇരുവരുടെയും പ്രണയത്തിന് പച്ചക്കൊടി കാണിച്ച ആൾ കൂടിയായിരുന്നു അച്ഛൻ. മക്കളുടെ മനസ്സ് മനസ്സിലാക്കി ഒപ്പം നിന്ന അച്ഛനെയാണ് ഋഷിക്കും ഐശ്വര്യയ്ക്കും നവ്യയ്ക്കും നഷ്ടമായതെന്ന സങ്കടം കൂടിയാണ് ഈ മരണവാർത്ത നൽകുന്നത്.